ഫെബ്രുവരി 15-ാം തീയതി തിയേറ്ററിൽ എത്തുന്ന മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് തിയേറ്റർ ചാർട്ടിംഗ് പൂർത്തീകരിച്ചു വരികയാണ്. കേരളത്തിൽ ഈ ഒരു ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് ആൻഡോ ജോസഫാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേരളത്തിൽ ആൻഡോ ജോസഫ് മമ്മൂക്കയുടെ ഒരു സിനിമ വിതരണത്തിന് എത്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് രീതി മമ്മൂക്ക ഫാൻസിന് തീരെ പിടിക്കാറില്ല. അദ്ദേഹം സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രമോഷൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ കൂടുതൽ തിയേറ്ററിൽ എത്തിക്കുന്നതിലെല്ലാം അദ്ദേഹം വളരെ വീക്കാണ്. എന്നാൽ ബ്രഹ്മയുഗം എന്ന ചിത്രത്തിൻ്റെ കേരള ചാർട്ടിംഗ് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ 250 തിയേറ്റർ, കേരളത്തിൽ മാത്രം ഒരു 300 തിയേറ്ററിൽ വരെ ബ്രഹ്മയുഗം റിലീസ് ചെയ്തേക്കാം. ബ്രഹ്മയുഗത്തിന് ക്ലാസ് റിലീസായിട്ട് വേറെയും സിനിമകൾ വരുന്നുണ്ട്. 9-ാം തീയതി ടൊവിനോ തോമസിൻ്റെ അന്വേഷിക്കുവിൻ കണ്ടെത്തുമെന്ന സിനിമ റിലീസാവുന്നുണ്ട്. 9-ാം തീയതി തന്നെ പ്രാമലു എന്ന് പറയുന്ന ഗിരീഷ് ഏടിയുടെ സിനിമ റിലീസാവുന്നുണ്ട്. 15-ാം തീയതി ബ്രഹ്മയുഗം, 16-ാം തീയതി തുണ്ടുണ്ട്. അതുപോലെ 16-ാം തീയതി മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയും റിലീസാവും എന്ന് പറഞ്ഞു കേൾക്കുന്നു. 16-ാം തീയതി തന്നെ നിവിൻ പോളിയുടെ മലയാളി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സിനിമയും തിയേറ്ററിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെയും അതുപോലെ മലയാളി ഓഫ് ഇന്ത്യ എന്ന ചിത്രത്തിൻ്റെയും ഒഫീഷ്യൽ റിലീസിംഗ് ഡേറ്റ് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ബ്രഹ്മയുഗത്തിൻ്റെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ടതിനാൽ ബാക്കിയുള്ള ചില സിനിമകൾ പോസ്റ്റ്പോണ്ട് ചെയ്യാനും സാധ്യതയുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു പ്രതീക്ഷയുള്ള ഒരു വലിയ സിനിമ ആൻഡോ ജോസഫ് മമ്മൂക്കയുടേത് വിതരണത്തിനെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഗംഭീരമാക്കാനുള്ള ഒരു ശ്രമം ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്.